തമിഴ്നാടിൻ്റെ കാര്യം നമ്മൾ പലപ്പോഴും പറയും, തമിഴ്നാട് കേസിന് പോയില്ലെന്ന്. അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ. ഇപ്പോൾ ഗവർണർമാർ നിയമത്തിന് മുകളിൽ അടയിരിക്കുന്നു, ബില്ലുകൾക്ക് മുകളിൽ അടയിരിക്കുന്നു എന്ന് പറഞ്ഞ് വലിയൊരു പരാതി ഉണ്ടായപ്പോൾ ആദ്യം കോടതിയിൽ പോയാരാ? തമിഴ്നാടാ. തമിഴ്നാട് പോയി അനുകൂലമായി വിധി വാങ്ങിച്ചപ്പോഴാണ് നമ്മൾ പുറകെ ചെല്ലുന്നത്. അവസാനം കേന്ദ്രം നമ്മുടെ കേസ് ഒരു ആയുധമായി ഉപയോഗിക്കുമോ എന്ന് ഭയപ്പെട്ട് നമ്മൾ പറഞ്ഞു ഞങ്ങൾക്ക് തമിഴ്നാടിൻ്റെ വിധി മതി പറഞ്ഞു. അല്പം വൈകിയതേ ഉള്ളൂ, പക്ഷേ തമിഴ്നാട് ആ കേസ് ഫൈറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഈ കാര്യത്തിലും നമുക്കൊരു രാഷ്ട്രീയ വില്ലുണ്ടായിരുന്നെങ്കിൽ നേരത്തെ തന്നെ തമിഴ്നാട് പോയതുപോലെ കോടതിയിൽ പോകേണ്ടതായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. അവിടെയും പോയിട്ടില്ല. ചുരുക്കത്തിൽ തെരുവിലെ മൈക്ക് കെട്ടിയുള്ള പ്രഭാഷണത്തിനും വേണ്ടി മാത്രം ഈ നിലപാടുകൾ പറയുന്നതാണോ? അതല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പറയുന്നു ഇത് നടപ്പിലാക്കിയാൽ ഒരു കുഴപ്പവുമില്ല എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ 3 വർഷം മുമ്പ് എന്തുകൊണ്ട് യാതൊരു കുഴപ്പവും എല്ലാ കുഴപ്പവും ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു? ഇത് തമ്മിൽ കോൺട്രാഡിക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് ഒന്ന്. രണ്ട്, നിങ്ങളിപ്പോൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഈ പറയുന്ന ചില സ്കൂളുകളിൽ മാത്രം നടപ്പിലാക്കി ബാക്കി പണം ഞങ്ങൾക്ക് വാങ്ങിക്കാം, അത് നടക്കില്ല. PMCയുടെ 336 സ്കൂളിൽ മാത്രമായി നിങ്ങൾക്ക് പുതിയ ഒരു വിദ്യാഭ്യാസ ശ്രേണി ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ചുരുക്കത്തിൽ മൊത്തം കൺഫ്യൂസിംഗ് ആയിട്ടുള്ളൊരു സ്ഥിതിയാണ്. സർക്കാർ തന്നെ ഇതിന് വ്യക്തത വരുത്തണം. 2 കാര്യങ്ങളിൽ. ഒന്ന്, 2021 കുഴപ്പമുണ്ട്, 2025 ഒരു കുഴപ്പവുമില്ല. ഗത്യന്തരമില്ല എന്നുള്ളത് മാത്രമല്ല പറയുന്നത്, നമുക്കിതിനകത്തുനിന്ന് പറ്റുമെന്നാണ്. ഈ രേഖപ്രകാരം പറ്റുമെന്ന് തന്നെയാണ് ഞാനും വായിച്ചിരിക്കുന്നത്. പല വിദ്യാഭ്യാസ മേഖലയിലും അത് പറയുന്നു. അപ്പോൾ ഇത് നേരത്തെ മനസ്സിലായില്ലേ? ഈ കാര്യങ്ങളിലെല്ലാം വിദ്യാഭ്യാസ വകുപ്പും പാർട്ടിയും വ്യക്തത വരുന്നു.